Okay students, welcome back to our geography class for 8th standard students. Okay, let us start our new chapter, that is lesson chapter 4, agriculture. Agriculture. What is meant by agriculture? Agriculture. നിങ്ങൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ് agriculture. The word agriculture, agri plus culture. So, the word agriculture is derived from Latin word agar or agri. Agar or agri. Agri means or agar means soil. Okay, soil. Then culture means cultivation. So, soil cultivation. What is meant by agriculture? Simply we can say soil cultivation. Soil cultivation ennaanu agriculture ennullade meaning. So the word agriculture is derived from two Latin words, agar or agri, meaning soil. Then culture means cultivation. Okay. Then what is agriculture? Agriculture means it includes എന്താണ് പ്രോസസ് അഗ്രികൾച്ചറിനകത്ത്? Yes, agriculture is a primary activity. Agriculture എന്ന് പറയുന്നത് ഒരു primary activity ആണ് that includes growing crops. Crops grow ചെയ്യും. Crops എന്ന് പറഞ്ഞാൽ then crops മാത്രമാണോ? Fruits, vegetables, flowers and rearing of livestock. What is meant by livestock? കന്നുകാലികൾ. Okay. അല്ലെങ്കിൽ farm animals. Livestock means farm animals or കന്നുകാലികൾ. ഇതിനെല്ലാം ഗ്രോ ചെയ്യുന്നത്, ഇതിനെല്ലാം വളർത്തുന്നതിനാണ് എന്ത് പറയുന്നത്? അഗ്രികൾച്ചർ. അല്ലാതെ കൃഷി എന്ന് മാത്രമല്ല, ഗ്രോയിങ് ക്രോപ്സ്, ഫ്രൂട്ട്സ്, ഫ്ലവേഴ്സ്, വെജിറ്റബിൾസ്, then and rearing of livestock. ഇതിനെല്ലാം കൂടെ പറയുന്നതാണ് അഗ്രികൾച്ചർ. ക്ലിയർ? Then in the world 50% of persons are engaged in agriculture. ലോകത്ത് 50% ആളുകളും അഗ്രികൾച്ചറിലാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. 2/3 ഓഫ് ഇന്ത്യൻ പോപ്പുലേഷൻ is still dependent on agriculture. അഗ്രികൾച്ചറിലാണ് അതായത് 2/3 അഗ്രികൾച്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവരാണ്. Let us study more about it. Then the transformation, ഒരു പ്ലാന്റിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്, പ്ലാന്റിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത്, ട്രാൻസ്ഫോർമേഷൻ ഫ്രം എ പ്ലാന്റ് ടു എ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഒരു പ്ലാന്റിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് ഇൻവോൾവ്സ് 3 ആക്ടിവിറ്റീസ്. 3 ആക്ടിവിറ്റീസ് വഴിയായിട്ടായിരിക്കും ഒരു പ്ലാന്റിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കറിയാം നമ്മൾ ഉപയോഗിക്കുന്ന ക്ലോത്ത്. ഓക്കെ, അപ്പൊ കോട്ടൺ വസ്ത്രങ്ങൾ, കോട്ടൺ എവിടുന്നാണ്? കോട്ടൺ പ്ലാന്റ് അല്ലെ, പരുത്തി ചെടിയിൽ നിന്നുമാണ് എന്ത് കിട്ടുന്നത്? അതിനകത്തുനിന്നുള്ള ഒരു കോട്ടൺ പഞ്ഞി എടുത്ത് അത് എന്തായിട്ട് മാറുന്നു? ക്ലോത്ത് ആയിട്ട് മാറുന്നു. അതിന് ഒരൊറ്റ പ്രോസസ്സാണോ? 3 പ്രോസസ്സിലൂടെ കടന്നാണ്. അതായത് 3 ആക്ടിവിറ്റീസ് ആണ് ഇതിനകത്ത് വരുന്നത്. ഏത് കാര്യമാണല്ലോ, അപ്പൊ ഒരു പ്ലാന്റിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറുന്നത് 3 ആക്ടിവിറ്റീസ് ആണ്. മെയിൻലി പ്രൈമറി ആക്ടിവിറ്റി, then secondary activity, then tertiary activity. The primary, secondary and tertiary. Then what is meant by primary activity? Primary activity means activities which are concerned with extraction and production of natural resources. Extract ചെയ്യുക, ഇതാദ്യം എടുക്കുക. അപ്പൊ മീൻപിടുത്താണെങ്കിൽ ഫിഷിംഗ്, മീൻ പിടിക്കുക, എന്നിട്ടല്ലേ ബാക്കി ചെയ്യുന്നത്. അപ്പൊ ഫിഷിംഗ്, അഗ്രികൾച്ചറിന് കൃഷി ചെയ്യുക അല്ലേ. അപ്പം ഇതൊക്കെയാണ് പ്രൈമറി ആക്ടിവിറ്റിക്കകത്ത് വരുന്നത്. എന്താണ്? നമ്മൾ അതിൻ്റെ സോഴ്സ്, അതിൽ നിന്ന് സാധനം എടുക്കുക. ഇപ്പം കോട്ടൺ ആണെങ്കിൽ കോട്ടൺ എടുക്കുക, അതാണ് പ്രൈമറി ആക്ടിവിറ്റി. സെക്കൻഡറി ആക്ടിവിറ്റി. സെക്കൻഡറി ആക്ടിവിറ്റി ആർ കൺസേൺ വിത്ത് ദ പ്രോസസിംഗ് ഓഫ് natural resources to manufacture products like baking bread. Bread bake ചെയ്യാം, weaving cloth. ഇപ്പൊ ഞാൻ പറഞ്ഞു കോട്ടൺ എടുക്കുക, അത് പ്രൈമറി ആക്ടിവിറ്റി. ഇനി അത് എന്ത് ചെയ്യണം? അത് വീവ് ചെയ്യണം, ക്ലോത്ത് ആയിട്ട് മാറ്റണം അല്ലെ. അത് ഏതിനകത്ത് വരും? സെക്കൻഡറി ആക്ടിവിറ്റി. ക്ലിയർ ആയോ? അപ്പം ചെയ്യുന്നത് എന്താണോ എടുക്കുന്നത് ആദ്യം എടുത്തു റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാനുള്ളത് പ്രൈമറി
Then അതിന് എന്താണ് ചെയ്യാൻ പോകുന്നത്? സെക്കൻഡറി ആക്ടിവിറ്റി. അങ്ങനെ പ്രൊഡക്റ്റ് ആയി, സെക്കൻഡറി ആക്ടിവിറ്റിയിൽ പ്രൊഡക്റ്റ് ആയി. Then അത് പ്രൊഡക്റ്റ് ആയി നമ്മുടെ കയ്യിൽ ഇരുന്നാൽ മതിയോ? ഇല്ല, അത് എന്ത് ചെയ്യണം? മാർക്കറ്റ് ചെയ്യണം അല്ലേ? അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങളാണ് ടെറിഷറി ആക്ടിവിറ്റി. Provide services like transport. ഇത് എന്ത് ചെയ്യണം? മാർക്കറ്റുകളിൽ എത്തിക്കണം. ട്രാൻസ്പോർട്ട്. Then trade banking. ബാങ്കിങ്ങിന്റെ ആവശ്യമുണ്ട്. അതുപോലെ ഇൻഷുറൻസ്, അഡ്വർടൈസ്മെന്റ് അല്ലേ? നമ്മൾ പരസ്യങ്ങളിലൂടെയാണ് ഇന്ന പ്രൊഡക്റ്റ് വന്നു എന്നൊക്കെ അറിയുന്നത്. അപ്പൊ ഇതൊക്കെ വഴിയായിട്ടാണ് ഒരു പ്രൊഡക്റ്റ് നമ്മൾ അറിയുന്നത്. അപ്പൊ ഇതാണ് ടെറിഷറി ആക്ടിവിറ്റി. അപ്പൊ ഇവിടെ നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക, സെക്കൻഡറിയിൽ എന്താണോ ചെയ്യുന്നത് അത് വീവിംഗ്, ബേക്കിംഗ്, ബ്രെഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പൊ സെക്കൻഡറിയിലാണ് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡറി ആക്ടിവിറ്റി നടക്കുമ്പോൾ പ്രൊഡക്റ്റ് ആയി. ബട്ട് പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇരുന്നാൽ പോലെ മാർക്കറ്റുകളിൽ എത്തിക്കുക. അങ്ങനെ എത്തിക്കുന്നതിനായിട്ട് സഹായിക്കുന്ന കാര്യങ്ങളാണ് ബാങ്കിങ്, ഇൻഷുറൻസ്, അഡ്വർടൈസ്മെന്റ്, ട്രാൻസ്പോർട്ട്. ഇതൊക്കെ ഇതിൽ വരും ടെറിഷറി ആക്ടിവിറ്റി. ഓക്കെ, ദീസ് ആർ ദ 3 main activities for the transformation of a plant to product. Clear? Then next topic, arable land. What is meant by arable land? Arable land means the land on which crops are grown. അതായത് ക്രോപ്സ് നന്നായിട്ട് വളരുന്ന ലാൻഡിനെയാണ് arable land എന്ന് പറയുന്നത്. Arable land means crops are grown. The land on which the crops are grown are called the arable land. Then various types of culture. ഇനി എന്തെല്ലാം നമ്മൾ പറഞ്ഞു, അഗ്രികൾച്ചർ എന്ന് ചോദിക്കുമ്പോൾ ക്രോപ്സ് തന്നെയാണ്. ക്രോപ്സ്, ഫ്ലവേഴ്സ്, ലൈഫ് സ്റ്റോക്ക് ഇതിനെല്ലാം ഗ്രോ ചെയ്യുന്നതിനാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അപ്പൊ വേരിയസ് ടൈപ്സ് ഓഫ് കൾച്ചർ. ഇനി എന്തിനെല്ലാം ഇതുപോലെ റിയർ ചെയ്യാം. ഫസ്റ്റ് വൺ അഗ്രികൾച്ചർ. അഗ്രികൾച്ചർ ഞാൻ പറഞ്ഞല്ലോ എന്താണ്? റേസിംഗ് ക്രോപ്സ് ഓർ റിയറിംഗ് ലൈഫ് സ്റ്റോക്ക്. ഇനി അതുപോലെ തന്നെ നമുക്ക് സിൽക്ക് വർമ്സ്, പട്ടുനൂൽ പുഴു അല്ലെ, അതിനെ വളർത്തി അതിൽ നിന്നാ എടുക്കുന്നത്? സിൽക്ക് അല്ലെ. ഇപ്പൊ സിൽക്ക് വസ്ത്രങ്ങളൊക്കെ വേണമെങ്കിൽ ശരിക്കും ഒറിജിനൽ എവിടെയാണ്? സിൽക്ക് വർമ്സ്. അതിൽ നിന്നാണ് പട്ടുനൂൽ പുഴു അല്ലെ. പട്ടുനൂൽ പുഴു നിന്നാണ് പട്ട് സിൽക്ക് എടുക്കുന്നത്. അപ്പൊ ഒരു റിയറിംഗ് ഓഫ് സിൽക്ക് വർമ്സ് ഓർ സിൽക്ക് പ്രൊഡക്ഷന് വേണ്ടിയുള്ളതാണ് സെറികൾച്ചർ. ഓക്കെ, സെറികൾച്ചർ. Then ഇനി ഫിഷിനെ ബ്രീഡ് ചെയ്യുക. ഫിഷിന്റെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അത് ഒരു ബിസിനസ് ആയിട്ട് മാറ്റുന്ന, അതായത് ഫിഷിനെ ബ്രീഡ് ചെയ്യുന്ന, അതിനെ റിയർ ചെയ്യുന്ന ഒരു കൾച്ചറാണ് എന്ത് പറയുന്നത്? കൾച്ചർ മീൻസ് കൾട്ടിവേഷൻ. ഓക്കെ, ഫിഷിംഗ് കൾട്ടിവേഷൻ, ദാറ്റ് ഈസ് നോൺ ആസ് പിസികൾച്ചർ. പിസികൾച്ചർ, പൈസസ് എന്നുള്ളതാണ് അതിന്റെ ഫിഷിന്റെ ശരിക്കുള്ള നെയിം. അതുകൊണ്ടാണ് ആ പേര് വന്നത്, പിസികൾച്ചർ. അടുത്തതാണ് കൾട്ടിവേഷൻ ഓഫ് ഗ്രേപ്സ്. ഗ്രേപ്സ് അറിയാലോ, മുന്തിരിങ്ങ അല്ലെ. ഗ്രേപ്സിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ആണ് വിറ്റികൾച്ചർ. Then last one, horticulture. Horticulture means vegetables, growing of vegetables, flowers, fruits. ഇതൊക്കെ ഹോർട്ടികൾച്ചറിൽ വരും. അതായത് നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന അതെല്ലാം ഹോർട്ടികൾച്ചറിനകത്താണ് വരുന്നത്. ഹോർട്ടികൾച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രോയിങ് ഓഫ് വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്സ് എക്സെട്ര. ദാറ്റ് ഈസ് ഹോർട്ടികൾച്ചർ. സോ അഗ്രികൾച്ചർ മീൻസ് റേസിംഗ് ഓഫ് ക്രോപ്സ്. സെറികൾച്ചർ for the silk production. Pisciculture, breeding of fish. Then viticulture means cultivation of grapes. Then horticulture, growing of vegetables, flowers, fruits. Okay, that's all today's topic. So study well what is agriculture and what are the 3 activities and what is meant by arable land, then various types of culture and define each. Okay, on the next class we will move to the next topic, that is farm system. Okay, thank you.